ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ ബഹുമാന്യനായ വ്യക്തിത്വമാണ് 857 സ്വാതന്ത്ര്യ സമരമാണ് ഒന്നെങ്കിൽ പോലും അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് ഡൽഹിയിൽ ചരിത്രത്തിന്റെ ഭാഷയിൽ ഏകദേശം 30 ലക്ഷം മുസ്ലിമീങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ സമരത്തിൽ 30 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ ജീവൻ കൊടുത്തിട്ടുണ്ട്. 884 മുതൽ 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്ന കാലഘട്ടം വരെയുള്ളതാണ് പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അവസാന ഘട്ടം. ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിൽ പങ്കെടുത്തത് മഹമ്മൂദ് ഹസൻ, അതുപോലെ തന്നെ പ്രഗത്ഭനായിരുന്ന മൗലാന അബുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഹസരത്ത് അബ്ദുൽ ബാരി, ഹുസൈൻ അഹമ്മദ് മദനി, മുഫ്തി കിഫായത്തുള്ള, അതുപോലെ തന്നെ ഉബൈദുള്ള സിന്ധി, ഹസരത്ത് മൊഹാനി, മൻസൂർ അൻസാരി, പ്രഗത്ഭരായ ഒരുപാട് ആളുകളുടെ ചരിത്രം വരുന്നുണ്ട്. അതുപോലെ ഹക്കീം അജ്മൽ ഖാൻ, അതുപോലെ തന്നെ തസദ്ദുഖ് അഹമ്മദ് ഖാൻ ഷർവാനി, അഹദ് സയ്യിദ് ദഹ്ലവി, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അങ്ങനെ പോകുന്നത് നമ്മുടെ മലബാറിലേക്ക് വന്നാൽ ആലി മുസ്ലിയാർ മുതൽ മൊയ്തു മൗലവി മുതൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുതൽ നമ്മുടെ പൂർവിക നേതാക്കളെ മുഴുവൻ കാണാൻ പറ്റും. ഞാനതൊരു സൂചനയ്ക്ക് വേണ്ടി ആമുഖമായി പറഞ്ഞുവെന്ന് മാത്രം. ഒരുപാട് മുസ്ലിം നേതാക്കളുടെ ചോര ചിന്തിയ ചരിത്രവും ആത്മീയ നേതൃത്വത്തിന്റെ ചിത്രവും പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ ധീരോദാത്തമായ സമരമുറകളുടെ ചരിത്ര പശ്ചാത്തലവുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്നണിയിലുള്ളത്. ആ സമര ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പൂർത്തിയാക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിംകൾ സ്വാതന്ത്ര്യം എന്ന ആശയത്തിന് വേണ്ടി ഒരുപാട് സംഘടനകൾ വരെ രൂപീകരിച്ചവരാണ്. നമ്മളാണ് ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മാത്രം മുന്നോട്ട് വന്നത്. ആ സംഘടനകളുടെ ചരിത്രം മാത്രം നോക്കൂ നിങ്ങൾ. ഇന്ത്യയിൽ മുസ്ലിം സമുദായം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടനകളാണ്. ഒന്ന് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറയുന്ന മുസ്ലിംകൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ ജമിയത്തുൽ ഉലമായ ഹിന്ദ് മുസ്ലിംകൾ രൂപീകരിച്ച മറ്റൊരു സംഘടനയാണ്. മറ്റൊന്നാണ് മജ്ലിസുൽ അഹ്റാർ. മജ്ലിസെ അഹ്റാർ എന്ന് പറയുന്ന ആ സംഘടന സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണ്. അഞ്ചുമനെ വത്തൻ, ബലൂചിസ്ഥാനിൽ രൂപീകരിച്ച അഞ്ചുമനെ വത്തൻ. അതുപോലെ തന്നെ ബംഗാളിലെ പ്രജാ കർഷക പാർട്ടി, അത് മുസ്ലിംകളുടെ ഒരു സംഘമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാനുള്ള കർഷകരുടെ ഒരു സംഘം. അതുപോലെ തന്നെ കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ്, അതുപോലെ തന്നെ ഹുദായ ഖിദ്മത്തുകാർ, ഇന്ത്യൻ മജ്ലിസുൽ ഉലമ. ഈ സംഘടനകൾ മുഴുവൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിംകൾ രൂപീകരിച്ച പ്രത്യേക സംഘടനകളാണ്. ഇത്രയധികം സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് അവർ പൊരുതി എന്നാണ് ശരി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഗാന്ധിജിക്കൊപ്പം 2 ലക്ഷം മുസ്ലിമീങ്ങൾ പങ്കെടുത്തു. ജയിലിൽ 2 ലക്ഷം മുസ്ലിമീങ്ങൾ ജയിലിൽ പോയി. അറസ്റ്റ് വരിച്ചവർ മാത്രമാണ് 2 ലക്ഷം എന്ന് പറഞ്ഞത്. ഗാന്ധിജിക്കൊപ്പം നിന്നുകൊണ്ട് 2 ലക്ഷം മുസ്ലിമീങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അറസ്റ്റ് വരിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് ചരിത്രകാരന്മാർ കണക്കാക്കിയാണ്. അന്നത്തെ 5 കോടി എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾ ഓർത്ത് നോക്ക്. ബ്രിട്ടനെതിരെ മുസ്ലിങ്ങൾ അതിശക്തമായി നിലകൊണ്ടപ്പോൾ മൊത്തം അവർക്ക് 10 കോടി രൂപ നഷ്ടമായി എന്നാണ് അവരുടെ മൊത്തം കണക്കിനെ കുറിച്ച് ചില ചരിത്രകാരന്മാർ എഴുതിയത്. എന്തൊരു വലിയ സംഖ്യ! അപ്പൊ നമ്മുടെ സംഭാവനകൾ ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. മാത്രമല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ചില കാരണങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു. വേറെ ഒരു സമുദായത്തിന് അതില്ല. ഇല്ലെന്ന് പറയുന്നത് അവരുടെ ഒരു കുറ്റമായി കൊണ്ടല്ല നമ്മൾ പറയുന്നത്, മറ്റൊരു സമൂഹത്തിന്റെ കുറ്റമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് അത് പ്രത്യേകമായി ഉണ്ടായിരുന്നു നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്താ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന്, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മളെ കയ്യിൽ നിന്നാണ് പോയത്. ഇവിടെ മുസ്ലിങ്ങളെ ഭരിച്ച് 1206 മുതൽ അടിമവംശം, ഖിൽജി വംശം, സെയ്ദ് വംശം, തുഗ്ലക് വംശം, ലോധി വംശം, മുഗൾ വംശം, ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ ഒരു ഭരണമായിരുന്നു. ഖുതബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടം മുതൽ ബഹദൂർ ഷാ സഫറിന്റെ കാലം വരെയുള്ള നീണ്ട കാലഘട്ടത്തിന്റെ ചരിത്രവും ചിത്രവും നോക്ക് നിങ്ങൾ. മുസ്ലിങ്ങളുടെ കയ്യിലാണ് ഇന്ത്യ. നമ്മുടെ കയ്യിലുള്ള ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ ശരിക്കും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു തറവാട്ട് സ്വത്ത് നഷ്ടപ്പെട്ട ഒരു മനോവേദന ഉണ്ട്. അവന്റെ കുടുംബം മറ്റൊരുത്തൻ കയ്യേറിയ, അവന്റെ കുടുംബസ്വത്ത് മറ്റൊരുത്തൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചടക്കിയ ഒരു വേദനാജനകമായ ചിത്രം മുസൽമാന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇല്ലാത്ത രീതിയിൽ തറവാട് വീണ്ടെടുക്കാനുള്ള ഒരു വാഞ്ച, നമ്മുടെ സ്വത്വം വീണ്ടെടുക്കാനുള്ള ഒരു താല്പര്യം മുസ്ലിമീങ്ങൾക്കുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്ന, അത് മറ്റുള്ളവർക്കില്ലല്ലോ. രണ്ടാമത്തെ ഒരു പ്രശ്നം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമാണ്. അതെന്താണ്? മതപരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ ചെയ്ത പ്രവർത്തനം, അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി മിഷണറി പ്രവർത്തനം നടത്തി. ഈ മിഷണറി പ്രവർത്തനം നടത്തിയപ്പോൾ സ്വാഭാവികമായും മുസ്ലിം പണ്ഡിതന്മാർ അതിനെതിർത്തു. കലാലയങ്ങളിലൂടെ അവർ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മുസ്ലിം സമൂഹത്തിലെ കുട്ടികളെ മതം മാറ്റുവാനും അവർക്ക് പണം കൊടുക്കുവാനും മിഷണറി പ്രവർത്തനം ശക്തിപ്പെടുത്തുവാനും മുന്നോട്ട് വന്നു. അതിനെതിരെ സ്വാഭാവികമായി മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് ശക്തമായ പ്രതികരണമുണ്ടായി. ആ പണ്ഡിതന്മാരുടെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിമീങ്ങൾ ഇളകിവശായി. ആലിമീങ്ങൾ പറഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങൾ മുന്നോട്ട് വരുമല്ലോ, സ്വാഭാവികമല്ലേ? അതാണല്ലോ വലിയുള്ളാഹി ഖുതുബ് സമാൻ മമ്പർ സംഘങ്ങളുടെ ചരിത്രത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ആ ഭാഗം പറയാം ഇൻഷാ അല്ലാഹ്. മറ്റൊരു കാരണം, ലോക മുസ്ലിം സമൂഹത്തിലുണ്ടായ ഒരു ചലനം.
ലോക മുസ്ലിങ്ങൾ അന്ന് ഒരു ലീഡർഷിപ്പ് ഏറ്റവും പ്രധാനമായി ഉയർത്തി കാണിച്ചിരുന്നത് തുർക്കി ഖലീഫയാണ്. ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ തുർക്കിക്കെതിരായി. ബ്രിട്ടൻ തുർക്കി ഖിലാഫത്തിനെ നശിപ്പിച്ചു. മുസ്ലിങ്ങളുടെ ആത്മീയ നേതൃത്വത്തെ നശിപ്പിക്കാൻ പടപ്പുറപ്പാട് നടത്തിയ ബ്രിട്ടനെതിരെ ലോക മുസ്ലിങ്ങളുടെ മനസ്സ് വേദനിച്ചു. അതൊരു പ്രതിഷേധമായി മാറി. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തെ വേദനിപ്പിച്ച ബ്രിട്ടനെതിരെ ചിന്തിക്കുമ്പോൾ മലബാറിലും ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം, അതൊരു ചരിത്ര പശ്ചാത്തലം. അതിനൊക്കെ പുറമെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം ഈമാന്റെ ഭാഗമാണ്. ആ സ്വരാജ്യ സ്നേഹം ഈമാന്റെ ഭാഗമാണ് എന്ന ഹദീസിന്റെ പശ്ചാത്തലത്തിലും, ഞാൻ പറഞ്ഞ മതപരമായ ഖിലാഫത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലും, ഭൂമി നഷ്ടപ്പെട്ടു പോയ ആ വസ്തുതാപരമായ പശ്ചാത്തലത്തിലും, അതോടൊപ്പം തന്നെ മിഷണറി പ്രവർത്തനം എന്ന പ്രതിഷേധാർഹമായ പശ്ചാത്തലത്തിലും എങ്ങനെ നോക്കിയാലും ശരി നമ്മൾ സമരത്തിന് സജ്ജരായിരുന്നു. ഈ കാരണങ്ങളൊന്നും മറ്റു സമൂഹത്തിലില്ലല്ലോ ഇന്ത്യയിൽ. നമ്മൾക്കുള്ളതുപോലെയുള്ള ഈ കാരണങ്ങളൊന്നും മറ്റുള്ളവർക്കില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അവരൊരു മതപരമായ ബാധ്യതയായിട്ടാണ് ഏറ്റെടുത്തത്. ആ ബാധ്യതയായിട്ട് ഏറ്റെടുത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിത സാന്നിധ്യം എത്ര കൂടിയത്. അതുകൊണ്ട് തന്നെയാണ് ദൈവബന്ദ് ദാറുൽ ഉലൂമും ജാമിയ മിലിയ ഡൽഹിയും അതുപോലെ ദാറുൽ ഉമറാബാദും ഈ സ്ഥാപനങ്ങളൊക്കെ ഇതിന്റെ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചത്. ഈ സ്ഥാപനങ്ങളൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേന്ദ്രങ്ങളായല്ലോ. ഇൽമ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഈ കോളേജ് പോലുള്ള അന്നത്തെ പ്രധാനപ്പെട്ട 2-3 കോളേജുകളാണത്. ആ കലാലയങ്ങൾ പോലും സമരമുഖത്ത് ജനസമൂഹത്തെ സജ്ജമാക്കാനുള്ള, അല്ലെങ്കിൽ സമരം പൊട്ടിപ്പുറപ്പെടുന്ന പ്രഭവ കേന്ദ്രങ്ങളായി മാറി. അതിന്റെ കാരണം മതകീയ പശ്ചാത്തലം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വളരെയധികം തന്ത്രപരമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഈ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിച്ചേർത്തു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിച്ചേർത്തത് മുസ്ലിം സമൂഹം ഇപ്പോൾ നല്ല ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രതിഷേധത്തിന്റെ അഗ്നിയിലാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് 1920 ഗാന്ധിജി അതിനുവേണ്ടി മാത്രം കോഴിക്കോട്ട് വന്നല്ലോ. വളരെ വ്യക്തമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന മില്ലർ സാഹിബിന്റെ ദ മാപ്ലാസ് ഓഫ് മലബാർ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഓൺ ഓഗസ്റ്റ് 18, 1920 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഗാന്ധി ആൻഡ് ഷൗക്കത്ത് അലി പേഴ്സണലി അഡ്രസ്ഡ് എ കാലിക്കറ്റ് മീറ്റിംഗ്. അവർ രണ്ടുപേരും വന്നിട്ട് കോഴിക്കോട്ട് ഒരു മീറ്റിംഗിൽ അഡ്രസ് ചെയ്തു. ആരെ? മുസ്ലിമീങ്ങളെ. അതിൽ പങ്കെടുത്ത മാപ്ലാസ് ഹു വർ പ്രസന്റ് റീകാൾ ദ എനർജറ്റിക് എക്സോർട്ടേഷൻ ടു ജോയിൻ ആക്ഷൻ ഇൻ ഓർഡർ ടു ഡ്രൈവ് ഔട്ട് ദ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ആ അതിശക്തമായ സമര ഉത്തേജക പ്രവർത്തനത്തിൽ, ഉത്ബോധന പ്രവർത്തനത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ പങ്കെടുത്തു. എന്നിട്ട് പറയുന്നത് എന്താണ്? എപ്പോഴും ബ്രിട്ടീഷുകാരെ വിത്തിൻ എ ഇയർ എന്നാണ് പറഞ്ഞത്. ഇവരുടെ ഈ സമരസജ്ജമായ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, ചരിത്രകാരൻ പറഞ്ഞ വാചകം. അദ്ദേഹം പറഞ്ഞു, ദാറ്റ് ബൈ സച്ച് ആക്ഷൻ ദ ബ്രിട്ടീഷ് രാജ് കുഡ് ഈസിലി ബി ഓവർകം. ആ ബ്രിട്ടീഷ് രാജ് ഓവർകം ചെയ്യാൻ, ബ്രിട്ടീഷുകാരെ തകർക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിനെതിരെ ചിന്തിക്കാൻ അന്ന് മലബാറിലെ മുസ്ലിമീങ്ങളുടെ ഈ സമരവീര്യം ഉപയോഗപ്പെട്ടു എന്നല്ല അതിന്റെ അർത്ഥം. മലബാറിലെ മുസ്ലിമീങ്ങളുടെ സമരവീര്യം അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. മലബാറിലെ മുസ്ലിമീങ്ങളുടെ സമരവീര്യത്തിന്റെ പശ്ചാത്തലം തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന ഘടകം. നിഷേധിക്കാൻ കഴിയില്ല. നോർത്ത് ഇന്ത്യൻ പ്രൊവിൻസസ് ഇതിനെതിരെ ശക്തമായി ചിന്തിക്കുന്നതിന് മുമ്പ് മലബാറിൽ സമരം രൂപപ്പെട്ടിരുന്നു എന്ന് ചരിത്രമുണ്ടല്ലോ. ഈ 1857 സ്വാതന്ത്ര്യ സമരം തന്നെ 5 ലക്ഷത്തോളം മുസ്ലിമീങ്ങളല്ലേ അന്ന് തൂക്കിക്കൊന്നത്. 5 ലക്ഷത്തോളം മുസ്ലിമീങ്ങളെ തൂക്കിക്കൊന്നു എന്ന് പറയുന്നുണ്ട്. 5 ലക്ഷം ആളുകളെ തൂക്കിക്കൊല്ല എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ബ്രിട്ടീഷുകാർ നാട് കടത്തിയിട്ട് അത്തരം ആളുകളെ തൂക്കിക്കൊന്നു ചില ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്. 3000 പേരെ അന്തമാനിലേക്ക് നാട് കടത്തി. 3000 ആളുകളെ അന്തമാനിലേക്ക് നാട് കടത്തി. പലപ്പോഴായി സമരത്തിലും വെടിവെപ്പിലുമായി മരിച്ച ആളുകളുടെ കണക്കാണ് ഈ 5 ലക്ഷത്തോളം ആളുകൾ അതിന്റെ ദുരിതം അനുഭവിച്ചു എന്ന് പറയുന്നത്. മാത്രമല്ല, മുസ്ലിങ്ങളുടെ സംഭാവന ഇത്രയൊക്കെ മുസ്ലിങ്ങളുടെ സംഭാവന ഉണ്ടായിട്ടും ആ സംഭാവനകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ ബ്രിട്ടീഷുകാർ ചിലർ തയ്യാറായിട്ടില്ല. നമ്മുടെ ചില ചരിത്രകാരന്മാർ തയ്യാറായിട്ടില്ല. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ സുഭാഷ് ചന്ദ്രബോസ് വളരെ വ്യക്തമായി പറഞ്ഞു, മുസ്ലിങ്ങളുടെ സംഭാവനകൾ ശരിക്കും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അംഗീകരിക്കപ്പെടാത്ത ഒരുപാട് സംഭാവനകൾ മുസ്ലിമീങ്ങൾക്കുണ്ട്. 857 സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രഗത്ഭരായ നേതാവായിരുന്നു ഫൈസാബാദിലെ അഹമ്മദുദ്ദ ഷരീഫ്. അയാൾക്കൊക്കെ ബ്രിട്ടീഷുകാർ തലക്ക് വില പറഞ്ഞതാണ്. അയാളുടെ തലക്ക് ബ്രിട്ടീഷുകാർ വില പറഞ്ഞിട്ട് പോലും അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പരിഗണന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രകാരന്മാർ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് പറഞ്ഞത് ഫ്രീഡം മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ മുസ്ലിംസ് എന്ന പുസ്തകത്തിൽ ശാന്തിമണി റായിയാണ്. ശാന്തിമണി റായിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. പുസ്തകം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമര സംഭാവനകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അമുസ്ലിങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഇനി നമ്മൾ നോക്കാം, നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. നേരെ മറിച്ച് ബ്രിട്ടീഷുകാർക്ക് മുമ്പും ഇവിടെ ചിലർ വന്നിരുന്നല്ലോ. ഇവിടെ പോർട്ടുഗീസുകാർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പോർട്ടുഗീസുകാർ ഡച്ചുകാർ വന്നിട്ടുണ്ട്, ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്നപ്പോൾ ഇവർ എന്തുകൊണ്ട് ഇവിടെ അധിനിവേശം ഉറപ്പിച്ചില്ല? 1498 ഗാമ വന്നല്ലോ.
1500 കെബ്രാൾ വന്നല്ലോ. അവർ രണ്ടുപേരും വന്നത് ആ കാലഘട്ടത്തിൽ പോർച്ചുഗൽ പ്രതിനിധികളായിട്ടാണ്. 1620 ഡച്ചുകാർ വന്നു, 664 ഫ്രഞ്ചുകാർ വന്നു. ഇവരൊക്കെ എങ്ങനെയാണ് ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയത്? ഇവരൊന്നും പോയില്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നല്ല സ്വാതന്ത്ര്യം വാങ്ങുക. നമ്മൾ അപ്പോഴൊക്കെ സ്വാതന്ത്ര്യം വാങ്ങുക ആരുടെ കയ്യിൽ നിന്ന്? ഇവരുടെ കയ്യിൽ നിന്നാകും. അവരുടെ കോളനിയാവും. എന്തുകൊണ്ടായില്ല? അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ആദ്യമായി ഇതിനെതിരെ ശബ്ദിച്ചത് മലബാറിലെ ആലിമീങ്ങളാണ്. ഉലമാക്കൾ എന്ന് പറയുന്ന വിഭാഗം അവർ കേവലം പള്ളി മൂലയിൽ ഇരുന്നു കൊണ്ട് കിതാബ് ദർസ് നടത്തുക മാത്രമായിരുന്നില്ല, അവർ സമൂഹത്തിന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടു.